ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് ഒരു ഓഗസ്റ്റ് മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ജെമിനായി, നമ്മൾക്ക് നിങ്ങളുടെ ഓഗസ്റ്റ് മന്ത്ലി റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങൾക്ക് ഓഗസ്റ്റിൽ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയാണ് 6 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ കറണ്ട് എനർജിയാണ് 9 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയാണ് പേജ് ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ചാണ് 5 ഓഫ് സോർഡ്സ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ആണ് 3 ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറാണ് 7 ഓഫ് കപ്സ്. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് ഹൈറോഫാന്റ് ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് ഞാൻ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ ജെമിനായി, ഇവിടെ ഞാൻ കാണുന്നത് ഹൈറോഫാന്റ് എനർജിയാണ്. ഹൈറോഫാന്റ് ടോറസ് എനർജിയാണ്. ഇത് നിങ്ങളുടെ ഓവറോൾ എനർജിയാണ്. മേ ബി നിങ്ങളൊരു ടോറസിനെ കൂടി ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഇതൊരു മാരേജിൻ്റെയും എനർജിയാണ്. ഒരു ട്രഡീഷണൽ ഒരു കോൺട്രാക്റ്റിന്റെ എനർജിയാണ്. അപ്പോൾ ഇത് അഗൈൻ നിങ്ങളുടെ മാരേജ് ആയിരിക്കാം, ഇല്ലാച്ചാൽ മേ ബി നിങ്ങളൊരു മാരീഡ് പേഴ്സന്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇതൊരു ഡിവൈൻ ഗൈഡൻസിന്റെ എനർജിയാണ്, ഡിവൈൻ ടൈമിങ്ങിന്റെ എനർജിയാണ്. ഹൈറോഫാന്റ് ഇവിടെ എന്താണ്? ഇവിടെ ഈ റീഡിംഗിൽ ഹൈറോഫാന്റ് ഓവറോൾ എനർജി 5 ഓഫ് വാൻഡ്സ്. അപ്പോൾ നിങ്ങളുടെ കറന്റ് റിലേഷൻഷിപ്പിൽ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഞാൻ കാണുന്നുണ്ട് ഇവിടെ. ഈ കോൺഫ്ലിക്റ്റ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അതല്ലാച്ച മേ ബി എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആയിരിക്കാം. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക് കുറെ വഴക്കുണ്ടാവുന്ന എനർജിയുമാണ്. എന്തോ കാര്യത്തിൽ നിങ്ങൾ രണ്ടാളും അഗ്രി ചെയ്യാൻ ഒരു ഇവിടെ അഗ്രിമെന്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഏസ് ഓഫ് കപ്സ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ്ങും വരുന്നുണ്ട് ലവില്. ഇപ്പൊ നിങ്ങളുടെ ഇത് നിങ്ങളുടെ ഓവറോൾ എനർജിയാണ്. ഇപ്പൊ നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. അപ്പോൾ അഗൈൻ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ ഒരു ഇംബാലൻസ്ഡ് റിലേഷൻഷിപ്പ് ആണ്. ഈ 6 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ എന്താണ്? കിങ് ഓഫ് കപ്സ്, ഒരു സ്കോർപിയോ എനർജി. മേ ബി നിങ്ങളൊരു സ്കോർപിയോയുടെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഓറൽസ് നിങ്ങളെ ഡീൽ ചെയ്യണ പേഴ്സൺ അവരുടെ ഫീലിങ്സ് ഒക്കെ തുറന്ന് പറയൂണില്ല, തുറന്ന് സംസാരിക്കണില്ല. അവർ കുറേയൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഫീലിങ്സ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. എന്നുവെച്ചാൽ അവരൊന്നും തുറന്ന് പറയാത്തതുകൊണ്ട് നിങ്ങൾക്കും അറിയില്ല ഈ പേഴ്സൺ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീൽ ചെയ്യണതെന്ന്. 9 ഓഫ് വാൻഡ്സ് കറണ്ട് എനർജി ഓഗസ്റ്റിന്റെ. 9 ഓഫ് വാൻഡ്സ് ഒരു പേടിയുടെ എനർജിയാണ്, ഒരു ഡിഫെൻസീവ് എനർജിയാണ്. ഈ 9 ഓഫ് വാൻഡ്സ് എന്താണ് ഇവിടെ? നിങ്ങൾക്കൊരു പേടിയുണ്ട്, അത് ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യില്ല, ഈ പേഴ്സൺ നിങ്ങളെ വിട്ടു പോവും, ഓറെൽസ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വിടാൻ തയ്യാറായിരിക്കും. അങ്ങനത്തെ ഒരു പക്ഷെ ഒരു ഫിയർ ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല ഫ്യൂച്ചറിൽ എന്താവുകയെന്ന്. അപ്പോൾ ഒരു പേടിയുണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഇത് കുറെ ഒരു ഓവർ തിങ്കിങ്, സ്ട്രെസ്സിന്റെ എനർജിയാണ്. അപ്പൊ ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊരു പേടിയല്ലോ, ഇതൊരു ഫിയർ ആണ്, ഒരു എക്സ്പ്ലെയിൻഡ് ആങ്സൈറ്റി ആണ് ഇത്. ഇപ്പൊ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് പേജ് സോഡ്സ് ആണ്. പേജ് സോഡ്സ് ഒരു റെവലേഷൻ, ഒരു സീക്രറ്റിന്റെ എനർജിയാണ്, ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജിയാണ്, ഒരു പുതിയ കോൺവെർസേഷന്റെ എനർജിയാണ്, എന്തോ ഫൈൻഡ് ഔട്ട് ചെയ്യണ എനർജിയാണ്. അപ്പൊ എന്തോ അറിയാത്ത കാര്യം പുറത്തു വരാൻ പോകുന്നുണ്ട് ഫ്യൂച്ചറിൽ. മൂൺ ക്യാൻസർ എനർജിയാണ്. ഇത് ഹിഡൻ കാര്യങ്ങളാണ്, ഹിഡൻ ഫാക്ടേഴ്സ് ആണ്, സീക്രറ്റ്സ് ആണ്. ഇവിടെ എന്തോ ഒരു കാര്യം പുറത്തു വരാൻ പോകുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പാർട്ട്ണറുടെ അവരുടെ കുറിച്ചായിരിക്കും, ഓറൽസ് മേ ബി എന്തോ ഈ റിലേഷൻഷിപ്പിന്റെ റിഗാർഡിങ് എന്തോ ഒരു കാര്യം പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ 5 ഓഫ് സോഡ്സ് ആണ് ചാലഞ്ച്. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഞാൻ കാണുന്നുണ്ട്. 5 ഓഫ് സോഡ്സ് ഒരു അഗൈൻ അൺഹെൽത്തി കോമ്പറ്റീഷൻ ആണ്. ഇത് നിങ്ങളുടെ എക്സ് ആയിരിക്കാം, ഇല്ലാച്ചാൽ അവരുടെ എക്സ് ആയിരിക്കാം, അവർ ഡീൽ ചെയ്യണ പേഴ്സൺ ആയിരിക്കാം. ആരോ ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ആൻഡ് അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ വാക്ക് അവേ ചെയ്യാനാണ് ട്രൈ ചെയ്യണത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഹാപ്പി അല്ല, ഈ സിറ്റുവേഷൻ കുറെ ടോക്സിക് ആയിരിക്കുന്നു. 10 ഓഫ് കപ്സ്. അപ്പോൾ ഇതൊരു ഹാപ്പി റിലേഷൻഷിപ്പ് ആയിരുന്നു.
പക്ഷെ ഇവിടെ കുറെ ഇന്റർഫിയറൻസ് ഉണ്ട്. ഇത് ഫാമിലിയും ആയിരിക്കാം, ഫാമിലി ഫ്രണ്ട്സ് അവരും ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ കുറെ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്, ഗോസിപ്പ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറെ ടയേർഡ് ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ ഫർദർ കൊണ്ടുപോകാനുള്ള സ്ട്രെങ്ത് ഇല്ല. അപ്പൊ നിങ്ങൾ ഇതിനെ ലെറ്റ് ഗോ ചെയ്യാൻ റെഡി ആയിരിക്കണം. 3 of Swords ആണ് അഡ്വൈസ്. യൂണിവേഴ്സ് നിങ്ങളോട് ഹീൽ ചെയ്യാനാണ് പറയണത്. ഓക്കെ, ഹീലിംഗിൽ ഫോക്കസ് ചെയ്യാനാണ് പറയണത്, ലെറ്റ് ഗോ ചെയ്യാനാണ് പറയണത്. 3 of Swords ഇവിടെ എന്താണ് അഡ്വൈസ്? ഇത് ശരിയാവും, നിങ്ങൾ ഹീലാവും. എന്നുവെച്ചാൽ വീൽ ഓഫ് ഫോർച്യൂൺ ഒരു നല്ല സമയത്തിന്റെ ഇൻഡിക്കേഷൻ ആണ്. നിങ്ങൾക്ക് വരാൻ പോണ സമയം കുറെ പോസിറ്റീവ് ആണ്. ഇപ്പോൾ വരാൻ പോണ സമയം അതിൽ കുറെ നിങ്ങൾക്ക് ഹീലിംഗ് ഉണ്ടാവും. ഇത് കാട്ടിലും ഒരു ബെറ്റർ എനർജി വരും. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ എനർജിന്ന് പുറത്തു വരും. 7 of Cups ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. ഹിഡൻ ഫാക്ടറിൽ കൺഫ്യൂഷൻ ആണ് ഞാൻ കാണുന്നത്. കുറെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ലൈഫിൽ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത എനർജിയാണ് ഇത്. 8 of Pentacles, നിങ്ങളുടെ എനർജി കുറെ ഫോക്കസ്ഡ് ആണ്. നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകാനാണ് നോക്കണത്. പക്ഷെ കുറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഒരു പേഴ്സൺ എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. മേ ബി ഇത് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ തന്നെ ആയിരിക്കാം. ഇവർ കുറെ ഇൻ ആൻഡ് ഔട്ട് ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ കുറെ ഡിസ്ട്രാക്റ്റഡ് ആണ്. ഈ പേഴ്സണിന്റെ ന്യൂസോ ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടുമ്പോൾ നിങ്ങൾ കുറെ അപ്സെറ്റ് ആവണ എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ക്വീൻ ഓഫ് വാൻസ്, നൈറ്റ് ഓഫ് വാൻസ്, ക്വീൻ ഓഫ് വാൻസ്, ഇതൊക്കെ ഒരു ഫയർ സൈൻ്റെ എനർജിയാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നിങ്ങളുടെ ഔട്ട്കം നമ്മൾക്ക് നോക്കാം. ഇവിടെ നിങ്ങളുടെ ഔട്ട്കം ഓഗസ്റ്റ് മാസത്തിന്റെ എന്താണ്? ഡെവിൽ. അപ്പൊ ഡെവിൽ ഒരു ടോക്സിക് എനർജിയാണ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ എനർജി ആയിരിക്കാം, ഒരു അഫെയറിന്റെ എനർജി ആവാം. കാപ്രിക്കോൺ എനർജിയാണ് ഇത്. പക്ഷെ ഡെഫിനറ്റ്ലി എന്തോ നടക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ടോക്സിക് സിറ്റുവേഷൻ ഉണ്ട്. ആൻഡ് അത് എൻഡ് ആവാൻ പോകുന്നുണ്ട്. ഈ ടോക്സിക് സിറ്റുവേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താലും എന്തോ ഇവിടെ ഒരു എൻഡിങ് ഉണ്ട്, ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ്. അപ്പോൾ എന്തോ ഒരു കൺക്ലൂഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. യൂണിവേഴ്സ് നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് ഇരിക്കാന്നാണ് പറയണത്. എന്നുവെച്ചാൽ ഇത് കുറച്ചൊരു ഡിഫിക്കൾട്ട് സമയമാണ്. അത് യൂണിവേഴ്സും എക്നോളജി ചെയ്യുന്നുണ്ട്. അത് ഇത് കുറച്ചൊരു ഡിഫിക്കൾട്ട് സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങളോട് യൂണിവേഴ്സ് സ്ട്രോങ് ആയിട്ട് നിൽക്കാനാണ് പറയണത്, പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനാണ് പറയണത്. എന്നുവെച്ചാൽ ഈ സമയം പാസ്സാവും. ഇത് ഒരു പെർമനന്റ് സിറ്റുവേഷൻ അല്ല, ഇതൊരു ടെമ്പററി ഫേസ് ആണ് ലൈഫിൽ. നമ്മൾ ഇതിന് ലെസൺസ് ലേൺ ചെയ്തിട്ട് മുമ്പോട്ട് പോവുക, അതാണ് ഇവിടുത്തെ ഗോൾ. ആൻഡ് അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് കുറച്ചൊരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യുക ആൻഡ് സ്ട്രോങ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു എന്ന്. റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഇമെയിൽ ചെയ്യുക. ഇല്ലച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യേണ്ട കൂടെ. ആൻഡ് ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അവിടെ അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.